ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്നർ വർക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ ഒരു വീഡിയോ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ ഇന്നർ വർക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കും ഹെൽപ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങളിപ്പം ഇന്നർ വർക്കൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇന്നർ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അതിനെയൊക്കെ ഹീൽ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഏതൊരു മെത്തേഡ്സിനെയും നമുക്ക് ഇന്നർ വർക്ക്സ് എന്ന് പറയാൻ വേണ്ടി പറ്റും. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഇന്നർ വർക്കിനെ സംബന്ധിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ആളുകൾക്കുണ്ടെന്നുള്ളതാണ്. അതൊരു പക്ഷേ നമ്മൾ ഇന്നർ വർക്കിനെ മനസ്സിലാക്കിയ രീതിയിലുള്ളൊരു മിസ്റ്റേക്ക് ആവാം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണി അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ജേർണിയിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ആയിരിക്കും നമ്മൾ ഈ ഇന്നർ വർക്കിനെ കുറിച്ചും ഹീലിങ്ങിനെ കുറിച്ചുമൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇന്നർ വർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഇന്നർ വർക്ക് എന്നതിനെക്കുറിച്ചുള്ള ഒരു കാര്യം നമ്മൾ പുറത്ത് പോയി നമ്മൾ സെർച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഇൻഫർമേഷൻ എടുക്കും. അപ്പോൾ ഇങ്ങനെ ഇൻഫർമേഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരുപാട് ഐഡിയാസ് ആയിരിക്കും ഇന്നർ വർക്കിനെ കുറിച്ച് കിട്ടുന്നത്. അതായത് ഓരോ ഇന്നർ വർക്കും എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് എപ്പോഴാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ റൂൾസ് എന്തൊക്കെയാണ്, അത്തരത്തിലൊക്കെ നമുക്ക് ഇന്നർ വർക്കിനെ കുറിച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഐഡിയ ആയിരിക്കും നമുക്ക് ഈ പറയണം ഗൂഗിളിൽ പോയി നമ്മൾ സെർച്ച് ചെയ്താലും അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ ആണെങ്കിലും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻഫർമേഷനെ നമ്മൾ ബ്ലൈൻഡ്ലി നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നർ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട ഒന്നല്ല. മറ്റൊരു കാര്യം, ഒരിക്കലും ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു അസൈൻമെൻറ്റോ പ്രൊജക്റ്റോ സബ്മിറ്റ് ചെയ്യുന്ന പോലെ ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇന്നർ വർക്ക്. അതുപോലെ ഇന്നർ വർക്ക് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യം ആകരുത്. എപ്പോഴാണ് നമുക്കൊരു ഇന്നർ വർക്ക് അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് കഷ്ടപ്പെട്ട് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് അത് വളരെ കഷ്ടപ്പാട് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അത് നമ്മൾ ഈ ഒരു ഇന്നർ വർക്കിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ്. നമ്മൾ പലപ്പോഴും പുറത്തുനിന്ന് ഇൻഫർമേഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഐഡിയയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളും അതിനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ പെർഫെക്റ്റ്ലി, അതായത് പ്രത്യേകമായിട്ട് നമ്മുടെ നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ഒരു പ്രത്യേക കൺസിഡറേഷൻ കൊടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഒരുപാട് റൂൾസും ലിമിറ്റേഷനും ഒക്കെ വെച്ച് നമ്മൾ ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറുകയാണ് ഇന്നർ വർക്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന വളരെ കഷ്ടപ്പാട് ഉള്ളൊരു കാര്യമായിട്ട് നമുക്ക് പലപ്പോഴും ഇന്നർ വർക്ക്സിനെ നമുക്ക് തോന്നുന്നത്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്നർ വർക്കിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ, ഏതൊരു ഇന്നർ വർക്കാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് നമ്മുടേതായ രീതിയിൽ ചെയ്യാനുള്ളൊരു ഫ്രീഡം നമ്മൾ കൊടുക്കണം. നമ്മൾ ഒരു കാര്യത്തെ കാണാതെ പിടിച്ചിട്ട് പോകുന്നതും, എന്നാൽ ആ ഒരു കാര്യത്തിൻ്റെ ആ ഒരു ടോപ്പിക്കിൻ്റെ ആശയം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉള്ളടക്കത്തെ മനസ്സിലാക്കിയിട്ട് ആ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ടല്ലേ. നമ്മളൊരു കാര്യം കാണാപ്പാഠം പഠിച്ചിട്ടാണ് നമ്മൾ എഴുതാൻ ശ്രമിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ പറയാൻ ശ്രമിക്കുന്ന സമയത്ത് അതിലൊരു വാക്കോ എന്തെങ്കിലും നമ്മൾ മറന്നുപോയാൽ അതുമായി കണക്ട് ചെയ്ത് ബാക്കി കിടക്കുന്ന കാര്യങ്ങളും കൂടെ നമുക്ക് കിട്ടാതെ വരും. എന്നാലും നമ്മൾ അതിൻ്റെ ഒരു ആശയത്തെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്, ആ ഒരു ഉള്ളടക്കത്തെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ അതിനെ എഴുതി പിടിപ്പിക്കാനും പറയാനും ഒക്കെ പറ്റും. അപ്പം സെയിം വേ നമ്മൾ ഇന്നർ വർക്കിനെ അപ്രോച്ച് ചെയ്യുമ്പോഴും ബ്ലൈൻഡ്ലി നമ്മൾ ഫോളോ ചെയ്യുന്നതിന് പകരം എന്താണ് ഇന്നർ വർക്ക്, അല്ലെങ്കിൽ എന്തിനാണ് ഇന്നർ വർക്ക്, അതിൻ്റെ ആ ഒരു പർപ്പസ് എന്താണ് എന്നുള്ള ഒരു കാര്യത്തെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ഈ പറയുന്ന പോലെ ഇന്നർ വർക്ക് എന്ന് പറയുമ്പം അത് നമ്മുടെ ഇന്നർ സെൽഫുമായിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഏതൊരു ഇന്നർ വർക്ക്, ഏതൊരു മെത്തേഡാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് അവിടെ നമുക്ക് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾക്ക് അങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് അവിടെ ഒരു ഹീലിംഗ് ആണ് നമ്മൾ ഇന്നർ വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്, ഇന്നർ വർക്ക്സിൻ്റെയൊക്കെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്, ഏതൊരു ഇന്നർ വർക്ക് നമ്മൾ ചെയ്യുന്നത് അവിടുത്തെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ഹീലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിപ്പം ഇമോഷണൽ ലെവലിലാണെങ്കിലും എനർജി ലെവലിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും. അപ്പം നമ്മൾ ഒരു കാര്യത്തെ ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഇത് മാത്രമാണ് ശരിയായ രീതി, ഇതല്ലാതെ വേറൊരു രീതിയിലും ചെയ്താൽ തെറ്റാണ്, അത്തരത്തിൽ നമ്മൾ റൂൾസും ലിമിറ്റേഷൻസും ഒക്കെ കൊടുത്ത് നമ്മൾ ഇന്നർ വർക്കിനെ അപ്രോച്ച് ചെയ്യാതെ ഇരിക്കുന്നതാണ് നല്ലത്. കുറച്ചും കൂടെ ഫ്രീഡം നമുക്ക് കൊടുത്തിട്ട് നമ്മൾ ഇന്നർ വർക്കിനെ അപ്രോച്ച് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഫ്രീഡം നമുക്ക് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ ഒരു സ്പിരിച്വൽ ജേർണിയിലേക്ക്, ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ
അവിടെ നമ്മളൊരു സീറോ സ്റ്റേജിൽ വന്ന് നിൽക്കും. ലൈക്ക് നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് ഷാറ്റേഡായി മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി ഒക്കെ ഫിനാൻഷ്യലി എല്ലാം തന്നെ നമ്മൾ തകർന്ന് അടിഞ്ഞിട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ ഒരു ലോവസ്റ്റ് ഫേസിൽ നമ്മൾ വന്നിരിക്കും. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി, ഫിനാൻഷ്യലി എല്ലാം തന്നെ തകർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഇന്നർ വർക്കും കാര്യങ്ങളൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെ ഒരാളെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റുമോ? ആക്ച്വലി ഞാനിത് ടിൻ ഫ്ലെയിം ജേർണിയിലുള്ള DFസിനോടാണ് ചോദിക്കുന്നത്. കാരണം ടിൻ ഫ്ലെയിം ജേർണിയിൽ ഉള്ള DFസും അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസസ് എന്ന് പറയുന്നതും നോർമലായിട്ടുള്ള ഒരു സ്പിരിച്വൽ അവേക്കനിലൂടെ പോകുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഒരു വ്യക്തിയുടെ ലൈഫും സിറ്റുവേഷൻസും മാനസികാവസ്ഥയും ഒക്കെ തന്നെ ടിൻ ഫ്ലെയിമിൻ്റെ അല്ലെങ്കിൽ ടിൻ ഫ്ലെയിം ജേർണിയിലുള്ള ഒരു DFൻ്റെ മാനസികാവസ്ഥയും എക്സ്പീരിയൻസസും എന്നൊക്കെ പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പോകുന്ന നമ്മുടെ ജേർണി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒന്നല്ല. അവിടെ ഈ പറയുന്ന നമ്മൾ ഇമോഷണലി, മെൻ്റലി, ഫിസിക്കലി എല്ലാ തരത്തിലും ഒരു സീറോ സ്റ്റേജിൽ ആയിരിക്കും വന്ന് നിൽക്കുന്നുണ്ടാവുക. ആൻഡ് അങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ ഒരു ഇന്നർ വർക്കിനെ കുറിച്ചും ഹീലിങ്ങിനെ കുറിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ആൻഡ് നമ്മൾ ടിൻ ഫ്ലെയിം ജേർണിയിലുള്ള DFസിന് അറിയാം നമ്മൾ ഈ ഒരു ജേർണിയിൽ നമ്മൾ ഓൾറെഡി ഒരു സ്പിരിച്വൽ അവേക്കണിങ്ങിലൂടെ ആയിരിക്കും പോകുന്നത്. ആൻഡ് അതിൻ്റെ കൂടെ നമ്മൾ ടിൻ ഫ്ലെയിം ജേർണി, ആ ഒരു ജേർണിയുടെ ഭാഗമായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറേ സ്റ്റേജസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. സോ ആ ഒരു ഫേസസിലൂടെയൊക്കെ ആയിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ കുണ്ടലിനി അവേക്കണിങ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിൽ നടക്കുന്നുണ്ടാകാം. ആൻഡ് പലതരത്തിലുള്ള ക്ലെൻസിങ്ങും പലതരത്തിലുള്ള എനർജി ലെവലിൽ നമുക്കുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം അസെൻഷൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ഒരുപാട് ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി, ഇമോഷണലി എല്ലാം തന്നെ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടാകും. അതൊക്കെ നമ്മുടെ ബോഡിയിലാണെങ്കിലും നമ്മുടെ ലൈഫിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആൻഡ് ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മുടെ DFസിനെ സംബന്ധിച്ചോളം അവരുടെ ലൈഫ് എന്ന് പറയുന്നത് അവർ മാത്രം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അവരെ മാത്രം ഫോക്കസ് ചെയ്ത് നിന്നുകൊണ്ടായിരിക്കില്ല അവർ ഈ ഒരു ജേർണിയിൽ മുന്നോട്ട് പോകുന്നത്. അവരെപ്പോഴും അവരുടെ 24 hours അവരുടെ ഉള്ളിൽ DM എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കും. സോ ഈ ഒരു DMലേക്കായിരിക്കും അവരുടെ ഫോക്കസ് മുഴുവൻ. അപ്പം 24 മണിക്കൂറും ഇവർ മെൻ്റലി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന, എനർജറ്റിക്കലി ആണെങ്കിലും എപ്പോഴും ഒരു വേറൊരാളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു ജേർണിയുടെ ഇനിഷ്യൽ സ്റ്റേജ് മുതൽ. അതായത് എപ്പോഴാണോ ഡിവൈൻ മാസ്കുലിൻ അല്ലെങ്കിൽ DM, ഡിവൈൻ ടിൻ ഫ്ലെയിംസ് പരസ്പരം എൻറ്റർ ചെയ്യുന്നത്, അവരുടെ ലൈഫിലേക്ക് എൻറ്റർ ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റ് തൊട്ട് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ കൗണ്ടർ പാർട്ടിനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതായിരിക്കും. അപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മൾ അത് ഒരു ദിവസമോ 2 ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ 2 മാസത്തെ കാര്യങ്ങളല്ല പറയുന്നത്. വർഷങ്ങളായിട്ട് നമ്മൾ ഈ ജേർണിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ ഒരു വ്യക്തിനെ തന്നെ ഫോക്കസ് ചെയ്ത് ആളെ തന്നെ നമ്മൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അത് അങ്ങനെ നമ്മൾ ഒരു വ്യക്തിനെ ഇങ്ങനെ വർഷങ്ങളായിട്ട് ചേസ് ചെയ്ത് അവരെ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ആൻഡ് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. നമ്മൾ മൈൻഡിൽ കൊണ്ട് നമുക്ക് പ്രാക്ടിക്കലി നമ്മുടെ ലോജിക്ക് വർക്കൗട്ട് ആകത്തില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ഇമോഷണലായിട്ടായിരിക്കും, അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും നമ്മുടെ DMനോടുണ്ടാവുക. ആൻഡ് നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ ഇമോഷണലി നമ്മൾ വളരെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു കൺട്രോളും കാണില്ല. ആൻഡ് ലൈഫിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഉള്ളതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കില്ല. ആൻഡ് നമ്മൾ ഈ ഒരു ജേർണിയുടെ ഇനിഷ്യൽ സ്റ്റേജ് മുതൽ തന്നെ ഈ പറയുന്ന പോലെ ഒരു ഓൺ ആൻഡ് ഓഫ് ആയിക്കോട്ടെ, ഒരു റണ്ണർ ചേസർ ഡൈനാമിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ അതിൻ്റെ പല പല ഫേസസിലൂടെ നമ്മൾ പോകുമ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഈ റണ്ണർ ചേസർ ആണെങ്കിലും സെപ്പറേഷൻ എന്ന് പറയുമ്പോഴും ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന പോലെ അത്ര ഈസി അല്ല. നമ്മൾ ഈ ഒരു ഫേസിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എക്സ്ട്രീം ലെവൽ ഓഫ് പെയിൻ അതാണ് നമ്മൾ ആ ഒരു ഫേസസിലെല്ലാം തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഡിവൈൻ ഫെമിനിൻസിനെ സംബന്ധിച്ചോളം അവർക്ക് ഈ പറയുന്ന പോലെ എക്സ്ട്രീം ലെവൽ ഓഫ് പെയിൻ ഉണ്ടായിരിക്കും. ഈ ഒരു ജേർണിയിൽ ത്രൂ ഔട്ട് അവർക്ക് ആ ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് പെയിൻ അവർ എടുക്കുന്നുണ്ടായിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും ഒരാളെ തന്നെ ആലോചിച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല. നമ്മൾ നമ്മുടെ ഹെൽത്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. നമ്മൾ നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടാവില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടാവില്ല. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ നമ്മുടെ ഫിസിക്കൽ നീഡ്സിനെയൊന്നും നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടാവില്ല. ആൻഡ് നമ്മൾ നമ്മുടെ ഫിനാൻഷ്യലായിട്ടോ കരിയർ വൈസോ അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ അവിടെയൊക്കെയും പ്രശ്നങ്ങളായിരിക്കും. നമുക്ക് അതിനെ ഒന്ന് സോൾവ് ചെയ്തെടുക്കാനൊന്നും നമുക്ക് പറ്റുന്നുണ്ടാവില്ല. ആൻഡ് നമ്മുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ടോട്ടലി അതിനോടൊന്നും തന്നെ നമുക്കൊരു തരത്തിലും ഫോക്കസ് ഉണ്ടായിരിക്കില്ല. ഇപ്പം നമ്മൾ പഠിക്കാൻ നമ്മളിപ്പോൾ നമ്മുടെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള കാര്യത്തിലേക്കൊന്നും നമുക്ക് ഒരു തരത്തിലും നമ്മുടെ ഫോക്കസ് നമ്മുടെ കയ്യിലുണ്ടാവില്ല. നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് 24 hours നമ്മളിങ്ങനെ നമ്മുടെ മൈൻഡിൽ വേറൊരാളെക്കുറിച്ച് ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. ആൻഡ് ഇതൊന്നും പോരാഞ്ഞിട്ട് നമുക്ക് എക്സ്ട്രീം ലെവൽ ഓഫ് പെയിൻ വരും. ആൻഡ് നമുക്ക് പർജിങ് ഉണ്ടാകും. അപ്പോൾ രാത്രിയും പകലുമെന്ന് വ്യത്യാസമില്ലാതെ നമുക്ക് എപ്പോഴൊക്കെയാണോ
കരച്ചിൽ വരുന്നെന്ന് പറയാൻ പറ്റില്ല. ആൻഡ് അതും എന്താ ഈ പറയുന്ന പോലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ നമ്മൾ രാത്രിയിലും പകലുമൊക്കെ ഇരുന്ന് ഒരുപാട് നമ്മൾ കടന്ന് കരയുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും. ആൻഡ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നോർമലായിട്ടുള്ള ഒരു വ്യക്തിയോട് ചിലപ്പോൾ നമുക്ക് പറയാനോ ഷെയർ ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല. അപ്പം ഇത്തരത്തിൽ നമുക്കുള്ള ഇമോഷൻസിനെ എല്ലാം തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ സപ്രസ് ചെയ്ത് നമ്മൾ അത്രയും പെയിൻ എടുത്തിട്ടായിരിക്കും നമ്മൾ ഓരോ ഡിവൈൻ ഫെമിനിൻസും അവരുടെ ഈ ഒരു ജേർണിയിൽ ഓരോ ഫേസസിലൂടെയും കടന്നു പോകുന്നു. സോ ഈ പറയണ ആ ഒരു ഫേസസൊക്കെയും തന്നെ നമ്മളെ മെൻ്റലി ഇമോഷണലി നമ്മളെ പിന്നെയും കൂടുതലായിട്ട് ഡൗൺ ആക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൂടുതലായിട്ട് വീക്ക് ആവുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ നമ്മൾ മെൻ്റലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും. ആൻഡ് അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു പറയണ ചേസിങ് നമ്മളെപ്പോഴും ഒരാളെങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് പോകും. നമ്മളൊട്ട് സെൽഫ് വെർത്തേ അല്ല എന്ന് തോന്നും. നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ ഒന്നിനും കൊള്ളില്ലാത്ത ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിലൊക്കെ നമുക്ക് നമ്മളോട് തന്നെ നമ്മുടെ കോൺഫിഡൻസ് ആയിട്ട് എല്ലാം തന്നെ അവിടെ പോയിട്ടുണ്ടാകും. അപ്പം നമ്മൾ അത്രയും ഇമോഷണലി ആണെങ്കിലും നമുക്കൊരു ഒരു ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്ക് ഒരു വിലയും തോന്നാത്ത അത്രയും നമ്മളൊരു മോശമായിട്ടുള്ളൊരു കണ്ടീഷനിൽ വന്നായിരിക്കും നിൽക്കുന്നുണ്ടാവും. ആൻഡ് ഈ ഒരു കണ്ടീഷനിൽ വന്ന് നിൽക്കുന്ന സമയത്തും നമ്മൾ ഈ ഒരു ജേർണിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചാലും നമുക്ക് ഈ ഒരു കണക്ഷൻ വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ പോകാൻ ശ്രമിക്കുമ്പോഴൊക്കെയും വീണ്ടും നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ മൈൻഡിലേക്ക് ഈ ഒരു DMൻ്റെ തോട്ട്സ് കയറി വരിക, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ അവരെ ചേസ് ചെയ്ത് പോകേണ്ട തരത്തിലേക്ക് നമ്മളൊരു ലൂപ്പിൽപ്പെട്ടൊരവസ്ഥ. അപ്പം അത്തരത്തിൽ നമ്മളിങ്ങനെ ഒരു ലൂപ്പിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയം നമ്മുടെ ഹെൽത്ത് വൈസ് നമ്മൾ ലോ ആയിരിക്കും, നമ്മുടെ ഇമോഷണലി ലോ ആയിരിക്കും, മെൻ്റലി നമ്മൾ ലോ ആയിരിക്കും. ആൻഡ് നമ്മൾ പ്രോപ്പറായിട്ട് നമുക്കൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആൻഡ് മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതെ നമ്മളിങ്ങനെ മടി പിടിച്ച് അല്ലെങ്കിൽ ലേസി ആയിട്ടിരിക്കുന്ന പോലെ ഉള്ള സിറ്റുവേഷനൊക്കെ ആയിരിക്കും. ആൻഡ് നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ വന്നിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലൊരു സീറോ സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് ടയേർഡായിട്ട് നമ്മുടെ DMനെ ചേസ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ ടയേർഡായിട്ട് നമുക്ക് ഒന്നും ഇനി പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയിലൊക്കെ നിൽക്കുന്ന സമയത്തായിരിക്കും ഈ പറയുന്ന ഇന്നർ വർക്ക് എന്താണ്, ഹീലിംഗ് എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതും ഈ ജേർണിയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ അത്രയും വീക്കായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത്രയും വീക്കായിട്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം അവർക്ക് ഇന്നർ വർക്ക് കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യാനായിട്ടൊന്നും സാധിക്കത്തില്ല. അപ്പം ആ ഒരു കാര്യത്തിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. കാരണം കളക്റ്റീവ്ലി നമ്മൾ എല്ലാവരും ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ പോകുന്നവരാകാം, അല്ലെങ്കിൽ കളക്റ്റീവ്ലി നമ്മൾ സ്പിരിച്വൽ അവേക്കണിങ്ങിലൂടെ പോകുന്നവരാകാം. എന്നാൽ ഇമോഷണലി, മെൻ്റലി, ഫിസിക്കലി, ഫിനാൻഷ്യലി ഒക്കെ നമ്മൾ ഓരോരുത്തരും നിൽക്കുന്ന സ്റ്റേജസ്, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഒരു 0 to 100 സ്കെയിൽ എടുത്താൽ അതിൽ പല പോയിൻറ്റ്സിലായിരിക്കും നമ്മൾ നിൽക്കുന്നുണ്ടാവുക. അപ്പം ആ ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ഓരോ ഇന്നർ വർക്കും ചെയ്യാനുള്ള കേപ്പബിലിറ്റി എന്ന് പറയുന്നതും ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിരിക്കും. അത് ഓരോരുത്തരും ഏതവസ്ഥയിൽ നിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഫ്രീഡം നമുക്ക് കൊടുക്കണം. ഓരോ ഇന്നർ വർക്കും അതിനെ നമ്മുടേതായ രീതിയിൽ നമുക്ക് ചെയ്യാനുള്ളൊരു ഫ്രീഡം നമ്മൾ കൊടുക്കണം. ഇപ്പം ഓടിപ്പോകാൻ പറ്റുന്നവർ ഓടിപ്പോക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഓടാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നടന്നു പോകാൻ ശ്രമിക്കാം. ഇനിയിപ്പം നടന്നു പോകാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഇഴഞ്ഞു പോകുക എന്ന് പറയാം. അപ്പം നമ്മൾ നോക്കണം നമുക്കിതിൽ ഏതാണ് പറ്റുന്നത്. ഇപ്പോൾ ഒരാൾ ഓടിപ്പോയി എന്നതുകൊണ്ട് നമ്മളും ഓടി മാത്രമേ ഞാൻ പോകത്തുള്ളൂ അന്ന് ഒരു വാശി നമുക്ക് പാടില്ല. കാരണം ഈ പറയുന്ന പോലെ നമ്മൾ ഇപ്പം ഒരാൾക്ക് ഓടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ പറയുന്ന പോലെ നടന്നു പോകാനുള്ളൊരു കേപ്പബിലിറ്റിയാണ് ഉള്ളത് എങ്കിൽ അയാളെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ഓടിപ്പോകാൻ ശ്രമിക്കുമ്പം നമ്മളവിടെ കഷ്ടപ്പെട്ടാണ് ഇന്നർ വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ ഇന്നർ വർക്ക് എന്ന് പറയുന്നത് നമ്മളെ ഹീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അവിടെ നമ്മൾ ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി ചെയ്യുമ്പോൾ നമ്മുടെ പണിഷ്മെൻറ്റ് കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന പോലത്തെ ഒരു കാര്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറയണ ആ ഒരു ഫ്രീഡം നമുക്ക് കൊടുക്കുക. ഇപ്പം ഒരു വീഡിയോയിലും അല്ലെങ്കിൽ ഒരു ഗൂഗിളിലൊക്കെ നമ്മൾ പോയി ഇന്നർ വർക്ക് എന്താണ് എന്നൊക്കെ പോയി സെർച്ച് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഈ പറയണ അത് എന്താണ് ഇന്നർ വർക്ക്, എന്താണ്, എങ്ങനെയാണ് ഇന്നർ വർക്ക് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ളൊരു ഐഡിയ ഒരു സിസ്റ്റമാറ്റിക് ലെവലിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. പക്ഷേ അവിടെയൊന്നും നമുക്ക് പറയത്തില്ല ഈ പറയണ പോലെ നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ എന്താണെന്ന് പർട്ടിക്കുലർലി എടുത്തെടുത്ത് ഓരോ ഇന്ന അവസ്ഥയിൽ നിൽക്കുന്നവർക്ക് ഇത് ചെയ്യാം, ഇന്ന അവസ്ഥയിൽ നിൽക്കുന്നവർ ഇതാണ് ചെയ്യേണ്ടത്, അങ്ങനെയല്ലല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ നമ്മുടെ ചോയ്സാണ്. നമ്മളൊരു കാര്യത്തെ എടുത്തു കഴിയുമ്പം ഇതാണ് പറയുന്നത്, നമ്മൾ ബ്ലൈൻഡ്ലി നമ്മൾ പുറത്തുനിന്ന് ഇൻഫർമേഷൻ എടുക്കുമ്പോൾ
അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് ഈ ഒരു ഇന്നർ വർക്ക് നമുക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ, മെൻ്റലി നമ്മളതിന് റെഡിയാണോ, അല്ലെങ്കിൽ ഫിസിക്കലി നമുക്കതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആയിരിക്കണം നമ്മൾ ഓരോ ഇന്നർ വർക്കും ചെയ്യേണ്ടതും അതിനെ അപ്രോച്ച് ചെയ്യേണ്ടതുമൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ഒരു ഫ്രീഡം നമുക്ക് കൊടുക്കണം. ഇത് നമ്മളെ കൺസിഡർ ചെയ്യണം. മറ്റുള്ളവർ പറയുന്ന കാര്യത്തെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുന്നതിന് പകരം നമ്മൾ നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഇമോഷണൽ ആയിട്ടുള്ള കണ്ടീഷനെ ഒന്ന് കൺസിഡർ ചെയ്ത് നമ്മളോട് തന്നെ ഒന്ന് കൈൻഡായിട്ട് നിന്നുകൊണ്ട് വേണം നമ്മൾ ഓരോ ഇന്നർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇപ്പം ഏതൊരു ഇന്നർ വർക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഫിസിക്കലി നമുക്ക് ആ ഒരു കാര്യത്തോട് നമ്മൾ അലൈൻഡ് ആണോ, ആ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ നമ്മൾ റെഡിയാണോ, നമ്മളെക്കൊണ്ട് പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് മാത്രമേ നമ്മളത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഫ്ലെയിം ജേർണിയിൽ ഈ DFൻ്റെ ഒക്കെ ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് സാധാരണ ആൾക്കാരുടെ പോലെ അതുപോലെ നമുക്ക് നോർമലായിട്ടുള്ള രീതിയിൽ ഫങ്ഷൻ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം നമുക്ക് നോർമലായിട്ട് എപ്പോഴും എല്ലാവരും ചെയ്യുന്ന പോലെ ഡെയിലി റൂട്ടീൻസൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാനൊക്കെ പറ്റണം എന്നില്ല. നമുക്ക് എപ്പോഴും ഒരു ക്ഷീണവും ഉറക്കവും ഒന്നും ചെയ്യാനൊരു എനർജി ഇല്ലാത്ത പോലെയൊക്കെ ആയിരിക്കും. അതുപോലെ ഒരുപാട് ബോഡി പെയിൻസ് നമ്മൾ പല സ്റ്റേജസിലൂടെ പോകുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷനും കാര്യങ്ങളും നമ്മുടെ ബോഡിയിൽ നമുക്ക് കാണാം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ബോഡി പെയിനും കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കുന്നുണ്ടാവില്ല, നമുക്ക് വിശപ്പില്ലായ്മ അങ്ങനെയൊക്കെ കാര്യങ്ങൾ കാണും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് നമ്മുടെ എനർജി എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. അതുകൊണ്ട് ഫിസിക്കലി നമ്മൾ ഭയങ്കര വീക്കായിട്ടൊക്കെ നിൽക്കാനുള്ള സാഹചര്യമുണ്ട്. അത് എല്ലാവർക്കും ഒരുപോലെ ആണെന്നില്ല, എന്നാൽ കൂടെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ട് ഈ പറയുന്ന ഫിസിക്കൽ കണ്ടീഷൻ ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കും. അപ്പം ആ ഒരു വ്യത്യാസം അനുസരിച്ചായിരിക്കും അവർക്ക് ഈ ഇന്നർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി എന്നും പറയുന്നത്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ചെയ്യാൻ പറ്റണം എന്നൊന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് ഈ പറയണ നമ്മുടെ ഫിസിക്കൽ കണ്ടീഷനെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ ഇന്നർ വർക്കും ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഈ ഒരു ജേർണി തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യാനും നമ്മൾ ആ ഒരു സെൽഫ് ലെവലിലേക്ക് എത്താനും നമ്മളോട് തന്നെ കുറച്ച് കൈൻഡായിട്ട് നമ്മളെ കൺസിഡർ ചെയ്യാനും ഒക്കെ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ പറയണ ഇന്നർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശരിക്കും നമ്മളെ ഹീൽ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളെ ഹീൽ ചെയ്യാൻ വേണ്ടി ഇന്നർ വർക്കും കാര്യങ്ങളും ചെയ്യുമ്പം ഈ പറയുന്ന ഇന്നർ വർക്കും കാര്യങ്ങളും നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുമ്പം അവിടെ നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുന്നത് നമ്മളെ ഹീൽ ചെയ്യാനാണെങ്കിൽ നമ്മൾ ആ ഹീൽ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഇന്നർ വർക്കുകൾ അത് നമുക്ക് പുതിയ ട്രോമാസ് ഉണ്ടാക്കി തരും. കാരണം നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട അത് നമുക്ക് പുതിയൊരു ട്രോമയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരിക്കലും നമ്മൾ ഈ പറയുന്ന ഇന്നർ വർക്ക് ചെയ്യുന്നത് ഒരിക്കലും ഒരു തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന ഒരു പ്രോസസ്സായി മാറരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നർ വർക്കിൽ മെയിനായിട്ടുള്ള കുറച്ച് ഇന്നർ വർക്ക്സാണ് ഞാനിനി പറയുന്നത്. അതിലൊന്നാമത്തേന്ന് പറയുന്നത് മെഡിറ്റേഷനാണ്. സോ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻസ് നമുക്ക് ഈ ഒരു ഇന്നർ വർക്കിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതായിട്ട് വരാം. ലൈക്ക് ഇപ്പോൾ ചക്ര ക്ലെൻസിങ്ങിന് വേണ്ടി ചക്ര മെഡിറ്റേഷനുണ്ട്. അതുപോലെ കർമ്മ ക്ലിയറൻസ്, DNA ക്ലെൻസിങ്, അതുപോലെ DMDF ബാലൻസിങ്, മെർക്കാബട്ട് മെഡിറ്റേഷൻ, ഫോർഗീവ്നെസ് മെഡിറ്റേഷൻ, അങ്ങനെ ഒരുപാട് മെഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു ഇന്നർ വർക്കിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ആദ്യം തന്നെ പോയിട്ട് നമുക്കെല്ലാവർക്കും പെട്ടെന്ന് ഒരു റീയൂണിയൻ വേണമെന്നൊരു ആഗ്രഹമായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ആദ്യം എത്രയും പെട്ടെന്ന് റീയൂണിയനിലേക്ക് എത്താൻ വേണ്ടിയൊക്കെ നമ്മൾ ഹീലിംഗ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റയടിക്ക് എല്ലാം കൂടെ പെട്ടെന്ന് ചെയ്യാമെന്നുള്ളൊരു ടെൻഡൻസി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരിക്കലും നമ്മൾ ആദ്യം തന്നെ പോയിട്ട് നമ്മുടെ ഒരു കർമ്മ ക്ലിയറൻസ് ആയിക്കോട്ടെ, DMDF ബാലൻസിങ്, അതുപോലെ മെർക്കാബ മെഡിറ്റേഷൻ, ഇങ്ങനെയുള്ള മെഡിറ്റേഷൻസും കാര്യങ്ങളിലേക്കൊന്നും പോയി കൈവയ്ക്കരുത്. കാരണം ഇത്തരത്തിലുള്ള മെഡിറ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സീറോയിൽ നിന്ന് തുടങ്ങി നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം നമ്മൾ ഓരോ മെഡിറ്റേഷനും ചെയ്യാണ്ട്. ആദ്യം തന്നെ നമ്മളൊരു ഹെവി ആയിട്ടുള്ളൊരു മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ പോയി ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ നമുക്ക് ഫിസിക്കലി മെൻ്റലി ഇമോഷണലി നമുക്ക് ആ ഒരു കാര്യത്തിനോട് അത് ചെയ്യാൻ ആ ഒരു കാര്യത്തോട് നമ്മൾ ആയിരിക്കണം എന്നില്ല. അപ്പം എക്സ്പെഷ്യലി നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ അതിനോട് സപ്പോർട്ട് ചെയ്യുന്നതാവണമെന്നില്ല. ഇപ്പം നമ്മളൊരു കർമ്മ ക്ലിയറൻസ് മെഡിറ്റേഷനൊക്കെയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അത് ചെയ്യുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കതിനെ ഡീൽ ചെയ്യാനായിട്ടൊന്നും പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെ ചക്ര മെഡിറ്റേഷൻസൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് 20 മിനിറ്റ്സ് നമുക്കങ്ങനെ ഇരിക്കാൻ പറ്റണം എന്നൊന്നും ഇല്ല. അപ്പം നമുക്ക് ഫിസിക്കലി നമുക്കങ്ങനെ 20 മിനിറ്റ്സൊക്കെ ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. ചക്ര ക്ലെൻസിങ്ങിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ അതിൻ്റെ പെയിനും കാര്യങ്ങളൊക്കെ റിഫ്ലക്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ലോ എനർജിയിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഫിസിക്കലി നമ്മൾ വീക്കായിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്കത് കൂടുതൽ നമുക്ക്
എന്താ നമ്മുടെ ബോഡീനെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്ന പോലെ ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം മെഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് അങ്ങനെയൊക്കെ നമ്മൾ ചെറിയ 3 മിനിറ്റ്സ് 5 മിനിറ്റ്സ് അങ്ങനെ ചെയ്ത് വേണം നമ്മൾ ഒരു 20 മിനിറ്റ്സ് അങ്ങനെയൊക്കെ എത്താൻ വേണ്ടി. അതുപോലെ തന്നെ നമുക്ക് ഫോഴ്സ്ഫുള്ളി നമ്മളൊരു മെഡിറ്റേഷൻ തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മൾ നോക്കണം നമ്മുടെ ഫിസിക്കലി ഇമോഷണലി നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് ഈ പറയുന്ന ഒരു കാര്യം, ഈ ഒരു പർട്ടിക്കുലർ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ഫിസിക്കലി മെൻ്റലി ഇമോഷണലി നമ്മൾ റെഡിയാണോ? ഫിസിക്കലി നമുക്ക് അങ്ങനെ 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഇത്ര ടൈം നമുക്ക് ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? അതിനൊക്കെ നമ്മുടെ ഫിസിക്കൽ ബോഡി അതിന് കേപ്പബിൾ ആണോ എന്ന് നോക്കുക. അത് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ അത്തരം മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷനിൽ ഇങ്ങനെ കണ്ണടച്ചൊക്കെ ഇരുന്ന് അത് മാത്രമാണ് മെഡിറ്റേഷൻ, അങ്ങനെ ചെയ്യുന്നത് മാത്രമാണ് മെഡിറ്റേഷൻ, അത്തരത്തിലുള്ള ധാരണകളൊക്കെ നമ്മൾ മാറ്റി വയ്ക്കണം. പ്രത്യേകിച്ച് നമ്മളൊരു ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു ഇന്നർ വർക്കിനെ ഒക്കെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന സോ കോൾഡ് മെഡിറ്റേഷൻ അത്തരം കോൺസെപ്റ്റിനെയൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഏതൊരു കാര്യം ഒരു അവയർനെസ്സിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു തരം മെഡിറ്റേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇനിഷ്യൽ സ്റ്റേജിൽ രാവിലെ എഴുന്നേൽക്കാനോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്കങ്ങനെ 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് മെഡിറ്റേഷൻ പോസ്റ്ററിലിരിക്കാനോ ഒന്നും നമുക്ക് പറ്റണമെന്നില്ല. അതുപോലെ നമുക്ക് അത്രയും ഫോക്കസ് കിട്ടണമെന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ആ ഒരു അവയർനെസ്സിൽ നിന്നുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു ഇന്നർ സെൽഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമ്മൾ നോക്കുക. അത് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിരിക്കും. അത് സ്വയം നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം അതൊരു പക്ഷേ നമുക്ക് സെൽഫ് ടോക്ക് ചെയ്യുന്നതാവാം. നമുക്ക് ഈ പറയുന്ന പോലെ മെഡിറ്റേഷനിൽ ഇരിക്കണം എന്നൊരു നിർബന്ധമല്ല. നമുക്ക് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമ്മളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് ഡീപ്പായിട്ടൊരു ഉള്ളിലേക്ക് നമ്മുടെ ചോദ്യങ്ങൾ ചോദിച്ച് അതിനുള്ളൊരു ഉത്തരം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്താൻ വേണ്ടി പറ്റും. അതിന് നമുക്ക് സെൽഫ് ടോക്ക് നല്ല ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും സൈഡ് ഉണ്ടെങ്കിൽ ആ ഒരു ക്രിയേറ്റീവ് സൈഡിലേക്ക് നമ്മൾ കൂടുതൽ, അതിപ്പോൾ പടം വരയ്ക്കുന്നതാവാം, പെയിൻറ്റിങ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ട് ക്രാഫ്റ്റ് വർക്കാവാം, അല്ലെ പാട്ട് പാടുന്നതാവാം, ഡാൻസ് കളിക്കുന്നതാവാം, ഇതിലേക്കൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുക. അവിടെയൊക്കെ നമ്മൾ നമ്മുടെ ഫോക്കസ് കൊടുത്തുകൊണ്ട് അതിനെയൊക്കെ കുറച്ച് നേരം നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവിടെയൊക്കെ നമുക്ക് നമ്മുടെ സെൽഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ആ ഒരു അവയർനെസ്സിൽ ഇരിക്കാൻ വേണ്ടി പറ്റും. അപ്പം അതൊക്കെ ഒരു തരം ഇന്നർ വർക്ക് തന്നെയാണ്. അതൊക്കെ ഇന്നർ വർക്കിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. സോ നമ്മൾ ഇത് മാത്രമാണ് ഇന്നർ വർക്ക്, ഇങ്ങനെ ചെയ്യുന്നത് മാത്രമാണ്, അങ്ങനെയൊക്കെയുള്ള ധാരണകളൊക്കെ നമ്മൾ മാറ്റിയിട്ട് വേണം നമ്മൾ ഇന്നർ വർക്കിനെ അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. നമ്മൾ ചന്ദ്രനോടൊക്കെ രാത്രിയിൽ മൂണിനെയൊക്കെ നോക്കിയിട്ട് സംസാരിക്കുക, നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറയുക. ഇതൊക്കെ ഇന്നർ വർക്കിൻ്റെ ഭാഗമാണ്. അപ്പം അതുപോലെ നമ്മുടെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചുമ്മാ ഇങ്ങനെ എഴുതി അതിനെയൊക്കെ നമ്മൾ കത്തിച്ച് കളയുക. ഇതൊക്കെ നമ്മുടെ ഇന്നർ വർക്കിൻ്റെ ഭാഗങ്ങളാണ്. അപ്പം മെഡിറ്റേഷനിലൊക്കെ ആണെങ്കിലും നമുക്ക് യാത്രകളൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ ഒറ്റയ്ക്ക് കുറച്ച് ദൂരം നടക്കാൻ പോവുക. അങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് നേച്ചറായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങൾ റിലീസായി പോകുന്നുണ്ടാകും. അപ്പം നമ്മൾ ഈ പറയണ പോലെ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നർ വർക്ക് ഒരിക്കലും ഫോഴ്സ്ഫുള്ളി നമ്മൾ ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമായിട്ട് മാറരുത്. കാരണം നമ്മൾ ഈ എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങളെ ആദ്യം തന്നെ പോയിട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും അലൈൻഡ് അല്ലാത്തൊരു കാര്യത്തെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്താണ് നമുക്കത് ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ടതായിട്ട് വരുന്നതും, അതുപോലെ തന്നെ അത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാതെ വരുന്നതും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഗിൽറ്റ് വരും, നമ്മൾ ഒന്നും ചെയ്ത് ശരിയാവുന്നില്ല എന്നുള്ളൊരു രീതിയിലേക്ക്. അപ്പോൾ അത്തരത്തിലേക്ക് നമ്മൾ പോകുന്നതിന് പകരം നമ്മൾ ആദ്യം ആ ഒരു ബേസ് നമുക്കുണ്ടാവണം. ആ ഒരു ബേസ് നമുക്ക് വന്നാൽ മാത്രമാണ് ഈ പറയുന്ന പോലെ ബാക്കി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ മെഡിറ്റേഷൻസ് ആണെങ്കിലും അതിൻ്റെ ഒരു ബേസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ അവിടെ നിന്നുകൊണ്ട് വേണം അതിൻ്റെ നെക്സ്റ്റ് ലെവലിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ഇന്നർ വർക്കിനെ ആ ഒരു രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് അലൈൻഡ് ആയിട്ടുള്ളൊരു കാര്യത്തെ നിങ്ങൾ ചൂസ് ചെയ്തുകൊണ്ട് ആ ഒരു കാര്യത്തെ ചെയ്ത് തുടങ്ങുക. അതാണ് ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അതല്ലാതെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഇന്ന രീതിയിൽ ചെയ്യണം, അങ്ങനെ രീതിയിൽ ചെയ്യണം, അങ്ങനെ നമ്മൾ മനസ്സിലാക്കി അതിനെ ഫോഴ്സ്ഫുള്ളി നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് മിറർ എക്സസൈസ്, അതായത് നമ്മുടെ ഇമോഷണൽ ഹീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇമോഷണൽ ഹീലിങ്ങിന് വേണ്ടി, അതായത് ഇന്നർ ചൈൽഡിൻ്റെ ഹീലിങ്ങിന് വേണ്ടി നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മിറർ എക്സസൈസും അതുപോലെ തന്നെ ജേർണലിങ്ങും ഒക്കെ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ
കഴിഞ്ഞ ദിവസം എനിക്കൊരു ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഒരു ഡൗട്ട് ചോദിച്ചിട്ട്. അപ്പം ആ ഡൗട്ട് ഇതായിരുന്നു, അത് മിറർ എക്സസൈസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഡൗട്ടായിരുന്നു. അതായത് നമുക്കറിയാം മിറർ എക്സസൈസ് എന്ന് പറയുമ്പോൾ അത് പർട്ടിക്കുലറായിട്ട് നമുക്കൊരു അപ്സെറ്റ് കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, അതായത് എവിടെ നിന്ന് നമുക്കൊരു ട്രിഗർ കിട്ടിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ DM നമ്മളോട് മിണ്ടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വരുന്ന സമയത്ത് നമുക്കവിടെ ട്രിഗറായി. അങ്ങനെ ട്രിഗറാകുന്ന സമയത്ത് നമുക്ക് മിറർ എക്സസൈസ് അവിടെ യൂസ് ചെയ്യാം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം മിറർ എക്സസൈസിൻ്റെ അകത്ത് ഇങ്ങനെ പറയാറുണ്ട്, ആദ്യം നമ്മളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതുക. ലൈക്ക് നമ്മുടെ DM എന്നോട് മിണ്ടിയില്ല, അല്ല DM എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അതെന്നെ അപ്സെറ്റാക്കി. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 2, നമ്മൾ ഇവിടെ DM നമ്മളോട് മിണ്ടിയില്ല എന്നുള്ളത് നമ്മളോട് മിണ്ടിയില്ല, അല്ലെങ്കിൽ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അത് എന്നെ അപ്സെറ്റാക്കി എന്ന് അങ്ങനെ എഴുതുക. ആൻഡ് തേർഡ് സ്റ്റെപ്പിൽ നമ്മളിത് ശരിയാണെന്ന് ചോദിക്കുന്നു. ആൻഡ് അപ്പം അത് ശരിയായിരിക്കും. ലൈക്ക് നമ്മളെ വേണ്ട രീതിയിൽ നമ്മളോട് അതായത് നമ്മളുമായിട്ട് കണക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇന്നർ ചൈൽഡുമായിട്ട് കണക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മെമ്മറീസും കാര്യങ്ങളും ഇൻസിഡൻ്റൊക്കെ ചിലപ്പോൾ ഓർമ്മ വരും. അപ്പോൾ നമ്മൾ അതിനെയൊക്കെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഇന്നർ ചൈൽഡുമായിട്ട് കണക്ട് ചെയ്ത് നമ്മളതിനെ ഫീൽ ചെയ്ത് ആ ഒരു ഇമോഷൻസിനെയൊക്കെ ഫീൽ ചെയ്ത് നമ്മൾ അതിനെ അങ്ങനെ റിലീസ് ചെയ്ത് ആശ്വസിപ്പിച്ച് ആ ഇന്നർ ചൈൽഡിനെ, ആ കുട്ടിക്ക് ആ സമയത്ത് വേണ്ട ലവോ കെയറോ എന്താണെന്ന് വെച്ചൊക്കെ കൊടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ ആ ഒരു മിറർ എക്സസൈസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പോകുന്നത്. അപ്പോൾ എന്നോട് ഈ ഡൗട്ട് ചോദിച്ച മെസ്സേജ് മെയിൽ അയച്ച് ഇങ്ങനെ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ നമ്മൾ വേറൊരാൾ നമ്മളെ ട്രിഗർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വേറൊരാൾ നമുക്കൊരു അപ്സെറ്റ് കൊണ്ടുതരുമ്പോൾ അല്ലേ നമുക്ക് ഈ പറയുന്ന മിറർ എക്സസൈസ് ഇങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ, ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതല്ലാതെ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഒരു അപ്സെറ്റ് വരികയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന അപ്സെറ്റിനെ നമ്മൾ എങ്ങനെയാണ് ഈ മിറർ എക്സസൈസിൽ കൂടെ ഹീൽ ചെയ്യുന്നത് എന്നൊരു ഡൗട്ടാണ് എന്നോട് ആ കുട്ടി ചോദിച്ചത്. അപ്പം ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആകെ കൺഫ്യൂസ്ഡായിപ്പോയി. ലൈക്ക് ശരിയാണല്ലോ, നമുക്ക് തന്നെ ഒരു അപ്സെറ്റ് വരുമ്പോൾ ഈ പറയുന്ന സ്റ്റേജസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? ഇപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു അപ്സെറ്റ് പെട്ടെന്ന് ഇങ്ങനെ വരുവാണ്, അതിനൊരു വോണ്ട് കാണും, നമ്മുടെ ഇന്നർ ചൈൽഡുമായിട്ട് കണക്ട് ചെയ്തൊരു വോണ്ട് കാണും. എന്നാൽ കൂടി നമ്മൾ ഈ പറയുന്ന നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഈ മിറർ എക്സസൈസ് എന്നാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു അപ്സെറ്റ് നമുക്കുള്ളിൽ നിന്ന് വന്നു, ഓക്കെ എന്നാൽ മിറർ എക്സസൈസ് ചെയ്യാമെന്ന് പറഞ്ഞ് പേനയും പേപ്പറൊക്കെ എടുത്തിരുന്നു. ആദ്യം തന്നെ എനിക്കിങ്ങനെ ഒരു അപ്സെറ്റ് വന്നു, അതെങ്ങനെ ആദ്യം എഴുതും? കാരണം അപ്പോൾ അങ്ങനെ എഴുതിയാൽ തന്നെ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്തെഴുതും? വീണ്ടും എനിക്ക് തന്നെ അപ്സെറ്റായി എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ഇങ്ങനെ അവിടെ നമ്മൾ സ്റ്റക്കായി. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ കണക്ക് കൂട്ടലൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ. അതായത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് എടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ, എഴുതി വരുമ്പോൾ കറക്റ്റാകുന്നില്ലല്ലോ എന്നൊക്കെ ഒരു ഡൗട്ട് വന്നിട്ട് നമ്മളവിടെ സ്റ്റക്കായ. ഓക്കെ, അതെങ്ങനെ ഇനി ചെയ്യുന്നത് നമുക്കറിയത്തില്ല. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ എനിക്ക് ആദ്യം കൺഫ്യൂഷനായിപ്പോയി. ശരിയാണല്ലോ, ഇതെങ്ങനെയാണ് വരിക? പിന്നെ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡൗട്ട് വന്നത്? മിറർ എക്സസൈസ് ഈ ഒരു അപ്സെറ്റിനെ ഹീൽ ചെയ്യാനായിട്ട് ഇങ്ങനെ മിറർ എക്സസൈസ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഡൗട്ട് ഈ മിറർ എക്സസൈസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇങ്ങനൊരു ഡൗട്ട് നമുക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പം ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ ഈ ആൾ ചോദിച്ചത് കൊണ്ട് മാത്രം ആണ് ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് തന്നെ. ശരിക്കും പറഞ്ഞാൽ മിറർ എക്സസൈസുമായിട്ട് അതായത് മിറർ എക്സസൈസ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം സംസാരിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പിന്നെ ഞാൻ ഓർത്തത്, ഈ മിറർ എക്സസൈസുമായിട്ട് റിലേറ്റഡ് ചെയ്ത് മാത്രം ഇങ്ങനെയൊരു ഡൗട്ട് മാത്രമല്ല ആൾക്കാർക്കുണ്ടാകുന്നത്. ഈ ഡൗട്ട് ഇന്നർ വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ആൾക്കാർക്കുണ്ട്. ലൈക്ക് മെഡിറ്റേഷൻ ഇങ്ങനെ ചെയ്യാമോ, ആ മെഡിറ്റേഷൻ ഈ സമയത്ത് ഇങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കാമോ, അല്ലെങ്കിൽ ഈ മിറർ എക്സസൈസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ എഴുതാമോ, ഇവിടെ നമ്മൾ 2 പേന ഉപയോഗിക്കണോ, അല്ലെങ്കിൽ ഈ പേപ്പറിൽ ഉപയോഗിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ഇത് നമ്മൾ എഴുതണമെന്ന് നിർബന്ധമാണോ? ഇങ്ങനെ ഒത്തിരി കൺഫ്യൂഷൻ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൾക്കാർക്ക് സംശയം വരാം. അതെന്തുകൊണ്ടാണ് സംശയം വരുന്നത്? ആ സംശയം വരുന്നതിൻ്റെ റീസണാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതായത് നമ്മൾ പുറത്തുനിന്ന് ഒരു കാര്യത്തിനെ ബ്ലൈൻഡ്ലി നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ഫോളോ ചെയ്യുമ്പോൾ പറ്റുന്നൊരു പ്രശ്നമാണ്. കാരണം നമ്മൾ അതാണ് സംഭവം, ഓക്കെ, അതിനെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഇവിടെ നമ്മൾ അതിനെ ബ്ലൈൻഡ്ലി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ നമ്മൾ ഉപയോഗിക്കത്തേയില്ല. അതായത് നമ്മളൊരു ഫ്രീഡം കൊടുക്കത്തില്ല, നമ്മുടേതായ രീതിയിൽ അതിനെ ചിന്തിക്കാനോ ചെയ്യാനോ ഉള്ളൊരു ഫ്രീഡം കൊടുക്കത്തില്ല. അതായത് നമ്മൾ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇതാണ് ശരി, ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഞാൻ ഹീലാകത്തുള്ളൂ, അല്ലെങ്കിൽ ഇതാണ് എക്സസൈസ്, ഓക്കെ ഇതിങ്ങനെ അത് വർക്കാകത്തുള്ളൂ. അപ്പം അതല്ലാതെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ മിറർ എക്സസൈസ് എന്തിനാണ് ചെയ്യുന്നത്? ഈ ഏതൊരു ഇന്നർ വർക്ക് ആയിക്കോട്ടെ, മിറർ എക്സസൈസ് ആയിക്കോട്ടെ, ജേർണലിങ് ആയിക്കോട്ടെ, ഏത് കാര്യമാണെങ്കിലും ഇന്നർ വർക്ക് എല്ലാം തന്നെ നമ്മുടെ ഇന്നർ സെൽഫുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി,
അതുവഴി നമ്മൾ ഹീൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ മിറർ എക്സസൈസ് എന്ന് പറയുന്ന കാര്യമാണെങ്കിലും ജേർണലിംഗ് ആണെങ്കിലും അവിടെയെല്ലാം നമ്മൾ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഇന്നർ ചൈൽഡായിട്ടായിരിക്കും. അപ്പം നമ്മുടെ മിറർ എക്സസൈസിൽ നമ്മുടെ അവിടുത്തെ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ അവിടുത്തെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ ചൈൽഡായിട്ട് കണക്ട് ചെയ്യുക, അതിൻ്റെ ഇമോഷൻസിനെ ഫീൽ ചെയ്യുക, റിലീസ് ചെയ്യുക. ഈ ഒരൊറ്റ കാര്യമാണ്. നമുക്കുണ്ടായ അപ്സെറ്റ് നമ്മൾ നമ്മുടെ ഇന്നർ ചൈൽഡായിട്ട് കണക്ട് ചെയ്യുന്നു, അത് അതിൻ്റെ ഇമോഷൻസിനെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു. ഇതാണ് കാര്യം. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇവിടെ നമ്മൾ കാണാതെ പഠിച്ചു പോകുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്. ഈ പറയുന്ന സ്റ്റെപ്പ് എഴുതാൻ വരുമ്പം കിട്ടുന്നില്ല, അപ്പം നമ്മളവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ നമുക്ക് ചിന്തിച്ചുകൂടെ, ഇവിടെ എൻ്റെ അപ്സെറ്റിനെ ഹീൽ ചെയ്യണം, അത് ഇങ്ങനെ തന്നെ ഈ സ്റ്റെപ്പൊക്കെ എഴുതി വന്നാലേ എനിക്ക് ഹീൽ ചെയ്യാൻ പറ്റൂ എന്നൊന്നും ഇല്ല. നമ്മുടെ ഇന്നർ ചൈൽഡായിട്ട് കണക്റ്റ് ആകാമെന്നേ ഉള്ളൂ. അതിന് നമ്മൾ ഈ സ്റ്റെപ്പൊന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒരു പേനയും പേപ്പർ എടുത്തിട്ട് അപ്സെറ്റ് വന്നു, ആ അപ്സെറ്റിനെ അങ്ങോട്ട് എഴുതുക, എന്താണ് വിഷമം വരുന്നത് അത് അങ്ങോട്ട് ഒരു പേപ്പർ എടുത്ത് അങ്ങോട്ട് എഴുതുക. അവിടെ ഹാൻഡ് റൈറ്റിംഗ് നോക്കേണ്ട ആവശ്യമില്ല, 2 പേനയുടെ ആവശ്യമില്ല. നമ്മൾ മിറർ എക്സസൈസിൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, നമ്മൾ എഴുതുമ്പോൾ ഒരു ബ്ലാക്ക് പെൻ കൊണ്ട് എഴുതുക, മറ്റേ ആൻസർ പറയുമ്പോൾ അത് റെഡ് പെൻ കൊണ്ട് എഴുതുക. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പോകുന്ന ജേർണി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പോകുന്ന ജേർണിയിൽ നമ്മുടെ അവസ്ഥ, മാനസികാവസ്ഥ എന്നൊക്കെ പറയുന്നത്, നമുക്ക് പെട്ടെന്നൊരു അപ്സെറ്റ് നമ്മുടെ DMൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക, നമുക്ക് അവരുടെ അടുത്തു നിന്നൊരു ട്രിഗർ കിട്ടുക. ഈ സമയത്ത് അത് ചിലപ്പോൾ രാത്രി 12 മണിക്കായിരിക്കും നമുക്ക് അങ്ങനെ ഒരു ട്രിഗർ വരുന്നത്. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് 2 പേന എടുക്കാനും 2 പേപ്പർ എടുക്കാനും അങ്ങനെ പോയി ഇരുന്ന് എഴുതാനും ഒക്കെയുള്ള മാനസികാവസ്ഥയൊന്നും നമുക്ക് ഉണ്ടാവണമെന്നില്ല. ആ സമയത്ത് ഈ പറയുന്ന പോലെ നമ്മൾ എന്താ അപ്പം നമ്മളവിടെ എങ്ങനെയാണ് നമ്മൾ ഹീൽ ചെയ്യേണ്ടത്, അങ്ങനെ നമ്മൾ ചിന്തിക്കുക. അവിടെ നമുക്ക് ഹീലാകണ്ടേ. അപ്പം നമ്മളെക്കൊണ്ട് ആ സമയത്ത് എന്താ പറ്റുന്നത്, അവിടെ ഇരുന്ന് കരയാനാണ് പറ്റുന്നതെങ്കിൽ അങ്ങനെ കരഞ്ഞിട്ട് നമ്മൾ അതിനെ ഫീൽ ചെയ്ത് റിലീസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ല നമുക്ക് ഒരു പേപ്പറിൽ ചുമ്മാ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ തോന്നുന്ന കാര്യങ്ങളെല്ലാം എഴുതുക. അപ്പം നമുക്ക് കരയാൻ തോന്നുവാണെങ്കിൽ കരയുക, എന്നിട്ട് അത് നമ്മൾ ചുട്ടിക്കുട്ടി കളയുകയോ കത്തിക്കുകയോ എന്താണോ ചെയ്യുക. ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഏതൊരു ഇന്നർ വർക്ക് ചെയ്യുമ്പോഴും അവിടെ നമ്മുടെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളതാണ്. നമ്മുടെ ഇൻറ്റൻഷൻ ഹീലിംഗ് ആണ്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസിനെ നമ്മൾ പുറത്തേക്ക് റിലീസ് ചെയ്യണം. അതിനിപ്പം നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ഇത് നമുക്കൊരു പേപ്പർ തന്നെ എടുത്ത് വെച്ച് എഴുതണമെന്നൊന്നുമില്ല. പകരം ഒരു പേപ്പർ ചുട്ടിക്കുട്ടി കയ്യെ പിടിച്ച് നമ്മുടെ ദേഷ്യം മുഴുവൻ ആ ഒരു പേപ്പറിലേക്ക് ആ ദേഷ്യം മുഴുവൻ നമ്മളങ്ങ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ പേപ്പർ എന്നിട്ട് നമ്മൾ കളയുകയോ കത്തിക്കുകയോ എന്താണ് ചെയ്യുക. ഇത് തന്നെയാണ് നമുക്ക് സങ്കടം വരുമ്പോൾ എന്ത് കാര്യമാണെങ്കിലും ആ അപ്സെറ്റ് വരുമ്പോൾ ആ അപ്സെറ്റ് മുഴുവൻ നമ്മൾ ഇരുന്ന് എഴുതുക, കുത്തിയിരുന്ന് എഴുതുക. അവിടെ നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് നോക്കാണ്ട് ഇനി എഴുതാനും മടിയാണോ, ഒരു പേനയോ ഒരു പേപ്പർ എടുത്ത് ചുമ്മാ കുത്തി വരയ്ക്കുക, നമ്മുടെ ഇമോഷൻസിന് മുഴുവൻ കുത്തി വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ ഇവിടെ എല്ലാം നമ്മുടെ ഇമോഷൻസ് റിലീസായി പോവുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ നമ്മളിങ്ങനെ റൂളൊന്നുമില്ല. നമ്മളിങ്ങനെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതി, രണ്ടാമത്തെ സ്റ്റെപ്പ് എഴുതി, പിന്നെ നമ്മൾ അങ്ങനെ എഴുതി വരുമ്പോൾ നമ്മൾ നമ്മുടെ ഇന്നർ ചൈൽഡായിട്ട് കണക്റ്റായി, അങ്ങനെയൊന്നുമില്ല. നമ്മൾ നമ്മുടെ കണ്ണാടിയിൽ പോയി നോക്കിയിട്ട് നമ്മുടെ കണ്ണിൽ നോക്കിയിട്ട് നമ്മുടെ ഇന്നർ ചൈൽഡിനെ ആണ് സംസാരിക്കുന്ന പോലെ, ഒരു കുട്ടിയോട് സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുക. അവിടെ നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്ന കാണാം, നമ്മുടെ ഇമോഷൻസ്, സപ്രസ്ഡ് ഇമോഷൻസൊക്കെ പുറത്തോട്ട് വരുന്ന കാണാം. അവിടെയൊക്കെ നമ്മുടെ ഹീലിംഗാണ് നടക്കുന്നത്. അതല്ലാതെ ഈ പറയണ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അതൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ മിറർ എക്സസൈസിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഇന്നർ ചൈൽഡുമായിട്ട് കണക്ട് ചെയ്യുക. അതിന് നിങ്ങൾക്ക് ഈ പറയണ സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു പേനയോ പേപ്പർ എടുത്തിട്ട് അതിങ്ങനെ എഴുതണം എന്നുണ്ടെങ്കിൽ മാത്രം. ഇനിയിപ്പം ഞാൻ പറയും, ഈ മിറർ എക്സസൈസ്, ഈ സ്റ്റെപ്പൊക്കെ പറയുന്നത് അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. ഇത് ആദ്യമൊക്കെ ചിലപ്പോൾ ആൾക്കാർ ഇങ്ങനെ എഴുതിയൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇനി ഇപ്പം നമ്മൾ വേറൊരാളുടെ കാര്യത്തിലാണ്, അതിപ്പോൾ നമ്മുടെ DMൻ്റെ കാര്യത്തിൽ പുറത്തുനിന്നൊരു ആൾ നമ്മൾ ട്രിഗർ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ സ്റ്റെപ്പൊക്കെ നല്ല വൃത്തിക്ക് എഴുതിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ ഒരു പോയിൻ്റൊക്കെ കഴിയുന്ന സമയത്ത് ഈ പറയുന്ന പോലെ നമുക്കിത് നമ്മുടെ മൈൻഡിൽ തന്നെ നമ്മൾ തന്നെ ഈ ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിച്ച് നമ്മളതിൻ്റെ ഉത്തരവും നമ്മൾ തന്നെ നമ്മുടെ ഇന്നർ ചൈൽഡായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ തന്നെ അവിടെ ആ ഒരു കാര്യം പ്രോസസ്സൊക്കെ വളരെ പെട്ടെന്ന് ഇങ്ങനെ നടന്ന് നമ്മൾ ആ ഒരു അപ്സെറ്റിനെ നമ്മൾ റിലീസ് ചെയ്യും. നമുക്ക് അങ്ങനെ എത്താൻ വേണ്ടി പറ്റും. അല്ലാതെ നമ്മളിത് എഴുതണം എന്നൊന്നുമില്ല. അപ്പം നമ്മൾ ഈ പറയണ പോലെ ഇതിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ ആദ്യം തന്നെ മെഡിറ്റേഷൻ കാര്യങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോകുന്നതിന് മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക. ഇത് നമ്മൾ മെഡിറ്റേഷനിൽ തന്നെ ഇത് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് അത് ജേണലായിട്ട് വേണമെങ്കിൽ എഴുതാം. അതുപോലെ തന്നെ ഫോർഗീവ്നെസ് പ്രാക്ടീസസ് അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഏത് ഒരു MD ചെയർ മെത്തേഡോ അല്ലെങ്കിൽ അത് നമ്മളൊരു ലെറ്റർ എഴുതുന്ന പോലെയോ, അല്ലെങ്കിൽ നമുക്ക് ഒന്നും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പ്രയർ ചെയ്യുക. നമ്മൾ ഫോർഗീവ് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊരു പ്രയറൊക്കെ ചെയ്തിട്ട് നമ്മൾ ഫോർഗീവ്നെസ് കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് ഹോപ്പണോപ്പണോ മെത്തേഡുണ്ട്. സോ ആ ഒരു പ്രയർ നമുക്ക് യൂസ് ചെയ്യാം. അത്തരത്തിലൊക്കെ നമ്മൾ ഫോർഗീവ്നെസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മളുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫോർഗീവ് ചെയ്യാതെ പിടിച്ചു വെച്ചിട്ടുണ്ടാകും. ഇതൊക്കെ നമ്മുടെ എനർജി ഫീൽഡിൽ നമ്മളെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് നമ്മൾ അത്തരത്തിൽ
അത്തരത്തിലുള്ള ഇമോഷൻസിനും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങൾ റിലീസായി പോകും. ആൻഡ് അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ എനർജി ഒരു വൈബ്രേഷൻ റൈസ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ട് നിൽക്കാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങളൊക്കെ റിലീസായി പോകാനൊക്കെ ഇത് രണ്ട് ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് മെഡിറ്റേഷനേക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഇമോഷണൽ ഹീലിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇമോഷണൽ ഹീലിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മുടെ സപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസിനെ റിലീസ് ചെയ്യുക. ഇമോഷണൽ ഹീലിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള സപ്രസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ അത്തരത്തിൽ നമ്മുടെ ഉള്ളിലുള്ള അപ്സെറ്റ് കാര്യങ്ങളെയൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതൊരു ജേണൽ പോലെ നമ്മൾ എഴുതി വെച്ചിട്ട് കത്തിച്ച് കളയോ അങ്ങനെ ഏതൊരു മെത്തേഡ്, അവിടെ മിറർ എക്സസൈസ് യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന പോലെ അവിടെ അതിൽ ലിമിറ്റേഷൻസ് ഒന്നും തന്നെ വെക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്താലേ ശരിയാവത്തുള്ളൂ, അങ്ങനെ ചെയ്താൽ അങ്ങനെയൊന്നും വെക്കാതെ ലൈക്ക് നിങ്ങളതിനെ നിങ്ങളുടെ അപ്സെറ്റ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് അതിനെ എഴുതി റിലീസ് ചെയ്യാനോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഏത് രീതിയാണോ ആ ഒരു രീതി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അത്തരത്തിൽ നമ്മൾ ഇമോഷണൽ ഹീലിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സപ്രസ്ഡ് ഇമോഷൻസൊക്കെ ഒരുപാട് റിലീസായി പോകും. അങ്ങനെ റിലീസാകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ഫ്രീ ആയി മാറും. ആൻഡ് അങ്ങനെ നമ്മൾ ബോഡിയൊക്കെ ഒന്ന് ഫ്രീ ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു ആക്റ്റീവ് സ്റ്റേറ്റിലേക്ക് എത്തും. അങ്ങനെ ഒരു ആക്റ്റീവ് സ്റ്റേറ്റിലേക്ക് എത്തുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇന്നർ വർക്കും കാര്യങ്ങളും മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ തന്നെ ആദ്യം നമ്മൾ ബ്രീത്തിങ് എക്സസൈസ്, അതുപോലെ 5 മിനിറ്റ്സ് 3 മിനിറ്റ്സ് അങ്ങനെ ചെറിയ ഒരു ടൈം പീരീഡ് വെച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് വരിക. നമ്മളെക്കൊണ്ട് പറ്റുന്ന ആ ഒരു ടൈമിൽ അലൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വരാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇനി ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യാം. ഈ ഒരു ജേർണിയിലേക്ക് വന്നതിന് ശേഷം ഇന്നർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് മനസ്സിലാക്കിയ സമയത്ത് ആദ്യം തന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ എന്താണ് ഇന്നർ വർക്ക്, എങ്ങനെയാണ് ഇന്നർ വർക്ക് ചെയ്യേണ്ടത്, ഏതൊക്കെ ഇന്നർ വർക്കാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഒരു കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് മനസ്സിലാക്കി. അപ്പോൾ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച്. സോ ഞാൻ എൻ്റെ ബോർഡ് എക്സാമിന് പോലും 4 മണിക്ക് എഴുന്നേറ്റ് പഠിച്ചിട്ടില്ലാത്ത ഞാൻ എൻ്റെ DMന് കിട്ടാൻ വേണ്ടി 4 മണിക്കല്ല 3 മണിക്ക് എഴുന്നേറ്റ് ഇന്നൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് റെഡിയായിരുന്നു. സോ അതിൻ്റെ ബേസിസിൽ ഞാൻ ഒരു ടൈം ടേബിളൊക്കെ റെഡിയാക്കി എല്ലാം പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ചെയ്യാം എന്നുള്ള രീതിയിൽ അതായിരുന്നു എൻ്റെ പ്ലാന്. പിന്നെ അവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്തരത്തിലുള്ള ഇന്നർ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം, എൻവയോൺമെൻറ്റ് കാര്യങ്ങളൊന്നും ആയിരുന്നില്ല എൻ്റെ ഫാമിലിയിലുണ്ടായിരുന്നത്. സോ ഇതൊക്കെ ഒരു സീക്രട്ടായിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. എങ്കിൽ കൂടി ഞാൻ ഇതൊക്കെ ചെയ്യാൻ റെഡിയായിരുന്നു. ആൻഡ് ഇതൊക്കെ ഞാൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത് എന്നെക്കൊണ്ട് പറ്റുന്ന പണിയല്ല എന്നെനിക്ക് മനസ്സിലായി ആദ്യം തന്നെ. കാരണം ഞാൻ ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു കാര്യങ്ങൾ. കാരണം എനിക്ക് പ്രോപ്പറായിട്ട് 4 മണിക്ക് എഴുന്നേൽക്കാനോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാനോ, ഞാൻ ആദ്യം തന്നെ മെഡിറ്റേഷൻ കൈൻഡ് ഓഫ് തിങ്സാണ് ആദ്യം ഇന്നർ വർക്ക് എന്ന രീതിയിൽ ചെയ്യാൻ തുടങ്ങിയിരുന്നത്. അപ്പോൾ എനിക്ക് ഒരു കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു 20 മിനിറ്റ്സ് പോയിട്ട് ഒരു 5 മിനിറ്റ്സ് പോലും എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ആൻഡ് എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻസ് മെഡിറ്റേഷനെ ഒന്നും തന്നെ ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫിസിക്കൽ കണ്ടീഷൻ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് 7 ചക്ര മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ കൈൻഡ് ഓഫ് തിങ്സ് ഒന്നും തന്നെ എനിക്ക് ഇന്നർ വർക്കിൻ്റെ ഭാഗമായിട്ട് പ്രോപ്പറായിട്ടോ കൺസിസ്റ്റൻ്റായിട്ടോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്കിൽ കൂടെ ഞാൻ ഫോഴ്സ്ഫുള്ളി ഞാൻ ഇതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. 2 ദിവസം ചെയ്ത് 4-ാമത്തെ ദിവസം ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ മോശമാകും, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരും. മൊത്തത്തിൽ തടസ്സങ്ങളാണ്. അപ്പോൾ നമുക്കൊരു രീതിയിലും ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഗിൽറ്റ് വന്നു. ഞാൻ ചെയ്യുന്നൊന്നും ശരിയാകുന്നില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഇന്നർ വർക്കും കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണമെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വേറെ എവിടെയെങ്കിലും പോകണമെന്ന് എങ്കിൽ മാത്രമേ എനിക്ക് ഇന്നർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടയേർഡായി. ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ വന്നു. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്നുള്ളൊരു അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ ലാസ്റ്റ് ഞാനൊരു പോയിൻ്റ് എത്തിയപ്പോൾ പുറത്തുനിന്ന് കിട്ടുന്ന ഈ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് എൻ്റേതായിട്ടുള്ള രീതിയിൽ എന്നെ ഹീൽ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ ഇന്നർ ചൈൽഡുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഇന്നർ വർക്ക് എന്ന രീതിയിൽ ഞാൻ എൻ്റേതായിട്ട് രീതിയിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ ഞാൻ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങി, ഫോർഗീവ്നെസ് പ്രാക്ടീസസ് ചെയ്യാൻ തുടങ്ങി, അതുപോലെ പ്രെയർ ചെയ്യാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ പ്രെയർ ഞാൻ എന്നെക്കൊണ്ട് ഒരു രീതിയിലും ഇന്നർ വർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വന്ന സമയത്ത് ഞാൻ ശരിക്കും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതാണ് എൻ്റെ സ്റ്റാർട്ടിങ്. ഇന്നർ വർക്ക് എന്ന രീതിയിൽ ആദ്യം ചെയ്യാൻ തുടങ്ങിയത് പ്രെയർ ആണെന്ന് പറയാം. കാരണം ഞാൻ ശരിക്കും ആത്മാർത്ഥമായിട്ട് സറണ്ടർ ചെയ്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ലൈക്ക് എനിക്ക് ഹീലാവണം, എനിക്ക് പക്ഷേ ഹീലിംഗ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സാഹചര്യവും സിറ്റുവേഷനൊന്നും ഇല്ല, പക്ഷേ എനിക്ക് ഹീലാവണം, എന്നെ ഹീൽ ചെയ്ത് തരണം എന്നുള്ള രീതിയിൽ ഞാൻ
എൻ്റെ ഇൻറ്റൻഷൻ അങ്ങനെ കൊടുത്തുകൊണ്ട് ഞാൻ പ്രയറൊക്കെ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗീവ്നെസ്സും ഒക്കെ അതുമെല്ലാം പ്രയേഴ്സായിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇമോഷണൽ ഹീലിങ്ങിന് വേണ്ടി മിറർ എക്സസൈസും കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല. അതൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ജേർണലിങ് ലൈക്ക് എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങളൊക്കെ തന്നെ ഇങ്ങനെ എഴുതിയിട്ട് ഞാൻ കത്തിച്ച് കളയായിരുന്നു. അപ്പോൾ അതാണ് മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത്. പിന്നെ കണ്ണാടിയിൽ നോക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അതുപോലെ സെൽഫ് ടോക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അതുപോലെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യാനൊക്കെ തുടങ്ങി. പിന്നെ കൂടുതലായിട്ടും എൻ്റെ ഇന്നർ ചൈൽഡിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇങ്ങനെ വളരെ ബേസിക്കായിട്ടുള്ള വളരെ സോ കോൾഡ് ഇന്നർ വർക്ക്സ് അല്ലാത്ത എന്നാൽ വളരെ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നർ വർക്ക് എന്ന രീതിയിൽ എൻ്റേതായ രീതിയിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആൻഡ് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പം കുറച്ച് നാൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വന്നപ്പോൾ എനിക്കുണ്ടായൊരു മാറ്റം, അതും കൂടെ ഞാൻ പറയാം. എൻ്റേതായ രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോൾ ഒരു പോയിൻ്റ് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായൊരു മാറ്റം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയ ഒരു മാറ്റം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഞാൻ ഇവിടെ ഒരു വേർഡ് ഞാൻ പറയാം, ഈസിലി ആൻഡ് എഫേർട്ട്ലെസ്ലി. ഈ ഒരു വേർഡ് അല്ലാതെ വേറൊരു വേർഡും എനിക്കവിടെ പറയാനായിട്ട് തോന്നുന്നില്ല. കാരണം ഇത്തരത്തിൽ ഞാൻ ഇന്നവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈസിലി ആൻഡ് എഫേർട്ട്ലെസ്ലി ഇന്നവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തക്കവണ്ണം എൻ്റെ സാഹചര്യങ്ങൾ, എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ, മെൻ്റലി ഇമോഷണലി ഉള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഫേവറബിളായിട്ട് വന്നു എന്നുള്ളതാണ്. ആൻഡ് എനിക്കത് ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതം പോലെയാണ്. കാരണം എൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നവർക്ക് കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ്, സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് കാര്യങ്ങളില്ലായിരുന്നു. ഒരു കാർമിക്കായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഞാനെപ്പോഴും വിചാരിക്കുന്നൊരു കാര്യം, ഇന്നവർക്ക് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഹീലാകണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാറി എവിടെയെങ്കിലും പോകണം, എങ്കിൽ മാത്രമേ എനിക്ക് ഇന്നവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു തോട്ടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എനിക്ക് എങ്ങും പോകാതെ തന്നെ ഞാൻ നിൽക്കുന്ന ആ ഇടത്ത് തന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഈസിലി ആൻഡ് എഫേർട്ട്ലെസ്ലി എല്ലാ ദിവസവും രാവിലെ 4 മണിക്കല്ല 3:45 അലാറം വെച്ചാലും വെച്ചില്ലെങ്കിലും തന്നെ എഴുന്നേക്കാനും, വിളക്ക് കത്തിച്ച് കാര്യങ്ങൾ ബാക്കിയുള്ള ഇന്നവർക്ക് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യാനും, മെഡിറ്റേഷൻ കാര്യങ്ങൾ 7 ചക്ര മെഡിറ്റേഷൻ ആണെങ്കിലും ഏതൊരു മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാനും തക്കവണ്ണം അതിനുള്ള ഒരു സ്പേസ് എനിക്ക് കിട്ടി എന്നുള്ളതാണ്. ആ ഒരു സ്പേസ് കിട്ടുക മാത്രമല്ല, അവിടെ എന്നെ ആരും ജഡ്ജ് ചെയ്യാനില്ല. ആൻഡ് എല്ലാവരും ഞാൻ എൻ്റെ കാർമിക്കായിട്ടുണ്ടായിരുന്ന ആ സിറ്റുവേഷൻസിൽ നിന്ന ആളുകളൊക്കെ തന്നെയും ചേഞ്ചായെന്ന് പറയാം. ലൈക്ക് അവരൊക്കെ എനിക്ക് അവരാരും എന്നെ ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ അതെനിക്കൊരു തടസ്സമായി മാറുന്ന രീതിയിൽ നിന്നിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ മാറി, എന്താ പറയണേ, ഈസിലി ആൻഡ് എഫേർട്ട്ലെസ്ലി എല്ലാ കാര്യങ്ങളും വളരെ അലൈൻഡായിട്ട് വന്നു എന്നുള്ളതാണ്. ആൻഡ് അത്തരത്തിൽ അതുപോലെ തന്നെ ഫിസിക്കൽ കണ്ടീഷൻ കൊണ്ടാണേലും രാവിലെ എഴുന്നേൽക്കാൻ പറ്റാതിരുന്ന എനിക്ക് രാവിലെ എഴുന്നേൽക്കാനും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈസിലി ആൻഡ് എഫേർട്ട്ലെസ്ലി, ആ ഒരു വേർഡ് ഞാൻ ആണ് ഉപയോഗിക്കുന്നത്. ആ ഒരു ഈസിലി ആൻഡ് എഫേർട്ട്ലെസ്ലി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തക്കവണ്ണം എൻ്റെ സാഹചര്യങ്ങളൊക്കെ മാറി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു അത്ഭുതം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ ഫോഴ്സ്ഫുള്ളി ഞാൻ ഒരുപാട് ഇന്നോവക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടുള്ള ഒരാളാണ്. ആൻഡ് ആ സമയത്തൊന്നും തന്നെ അതെനിക്ക് വർക്കൗട്ട് ആയിട്ടില്ലായിരുന്നില്ല. അപ്പം ഇപ്പോൾ എനിക്ക് അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനായിട്ട് പറ്റി. അതായത് ഇന്നോവക്ക് കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മാറിയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നോവക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇത്രയും ഇതായിട്ട് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളെ കൊണ്ടൊന്നും പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, നമ്മളെ കൊണ്ടൊന്നും പറ്റുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഇന്നോവക്കിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവന്നിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ ഈ ഒരു ടൈമിൽ എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അലൈൻഡായിട്ടുള്ളത് എന്താണ്, ആ ഒരു കാര്യത്തെ ചെയ്ത് തുടങ്ങുക. അവിടെ നമ്മൾ സറണ്ടർ ചെയ്യുക. ഇനി ഒന്നും പറ്റുന്നില്ല എങ്കിൽ, ഒരു രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് പ്രേ ചെയ്യുക. നിങ്ങളെ ഹീൽ ചെയ്ത് തരണമെന്ന് പറഞ്ഞ് നമ്മൾ പ്രയർ ചെയ്യുക. ഞാൻ ആദ്യം ചെയ്തത് അത് തന്നെയാണ്. സോ അങ്ങനെ ഞാൻ ചെയ്താണ് പിന്നെ ഓരോ സ്റ്റെപ്പ് അടുത്തൊരു ലെവലിലേക്കൊക്കെ എനിക്ക് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് വരാനൊക്കെ പറ്റിയിട്ടുള്ളത്. സോ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.